സൈബർ ഇടത്തിലെ കുത്തിത്തിരിപ്പുകാരെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി എന്നുള്ളതാണ്. എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് നുണ, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ കുത്തിത്തിരിപ്പിൽ സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും വീണുപോകുന്നു. എന്തായാലും എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുത്തിത്തിരിപ്പ് എന്നുള്ളത് ചുരുക്കി ഞാനൊന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കുത്തിത്തിരിപ്പാണ്. വീണയുടെ കമ്പനി CMRL നിന്നും പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നപ്പോൾ ചില ആളുകൾക്കൊക്കെ സന്തോഷമായി. എന്തായാലും അധികം വൈകാതെ സംസ്ഥാന മന്ത്രിസഭയിലെ ചില ആളുകളെ തേടിയും ED വരും എന്നൊക്കെയാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അവർ പറയുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ ചില ആളുകൾ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് പാർട്ടി ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ ഇവിടെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്നാൽ വീണയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പണം കൈപ്പറ്റിയോ കൈപ്പറ്റിയില്ലയോ, എന്തിന് കൈപ്പറ്റി എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല. അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അക്കൗണ്ടിലേക്കാണ് ഈ പണം സ്വീകരിച്ചത്. ഈ പണം പിൻവലിച്ചത് ചില പ്രത്യേക ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ഈ പണം പിൻവലിച്ചത്? കള്ളപ്പണം വെളുപ്പിക്കലാണോ നടന്നത് എന്നതാണ് EDയുടെ സംശയം. അത്തരത്തിലൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് നടന്നത്. എന്നാൽ ഇവിടെ ചില ആളുകൾ ഇവിടെ പണം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് വേറെ ചില ആളുകൾക്കും പങ്കുണ്ട്. അവരിലേക്കും ഉടൻ തന്നെ അന്വേഷണം എത്തും. ഇപ്പോൾ ആഹ്ലാദിക്കുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ കരയേണ്ടി വരും എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പെൻഷൻ മുടക്കി എന്ന രീതിയിൽ നടക്കുന്ന അത്തരത്തിൽ ചില ആളുകൾ, ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ചില പ്രചരണങ്ങളാണ്. പെരുന്നാളിന്റെ അന്ന് വന്ന ചില പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പെൻഷൻ ഇല്ലാത്ത പെരുന്നാൾ എന്ന ഹെഡിങ്ങോട് കൂടിയുള്ളതാണ്. മാധ്യമ പത്രത്തിലാണ് ഞാൻ അത്തരത്തിലൊരു വാർത്ത കണ്ടത്. അതിനുശേഷം സൈബർ ഇടത്തിൽ ഒരുപാട് ആളുകൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ ലോഗോയും അഡ്രസ്സും ഒക്കെ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ മറ്റൊരു വിഭാഗം ഇടതുപക്ഷം ഭരിക്കുന്ന സൊസൈറ്റികളാണ് പെൻഷൻ മുടക്കിയത് എന്ന രീതിയിലുള്ള ഒരു പ്രചരണവും ആരംഭിച്ചു. ആദ്യം ആരാണ് ഈ വാർത്തയ്ക്ക് പുറകിൽ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ഒരു കാര്യം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ്. പലരും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പ്രത്യേക മാധ്യമ സ്ഥാപനങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ ലോഗോയും ഒക്കെ വെച്ച് വരുന്ന ആ കാർഡുകൾ അത് വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് കുറച്ചാളുകൾ അങ്ങനെ വിശ്വസിക്കുന്നു. അതിന് മറുപടിയുമായി ചില ആളുകൾ ഇറങ്ങുമ്പോൾ അതായിരിക്കാം സത്യം എന്ന് കുറച്ചാളുകൾ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് സാധാരണക്കാർക്ക് അറിയാൻ കഴിയുന്നില്ല. 26-ാം തീയതി തന്നെ ഗവൺമെന്റ് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗവൺമെന്റിനോട് അടുപ്പമുള്ള പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ, പണമുള്ള സഹകരണ സംഘങ്ങൾ, ലാഭത്തിലോടുന്ന സഹകരണ സംഘങ്ങൾ ഗവൺമെന്റിന്റെ ആ ഒരു നിർദ്ദേശം മാനിച്ച്, ആ അറിയിപ്പ് മാനിച്ച് ചില ആളുകൾ അവരുടെ പക്കലിരിക്കുന്ന തുകയിൽ നിന്നും എടുത്ത് പെൻഷൻ കൊടുക്കാൻ തയ്യാറായി. മറ്റു ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ, അവർ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവർക്ക് പണം കിട്ടിയിട്ടില്ല. അവർക്ക് പണം കിട്ടിയത് 27ഉം 28ഉം അവധിയായിരുന്നു. 29-നാണ് അവർക്ക് പണം കിട്ടിയത്. ആ പണം കിട്ടിയതിന് ശേഷമാണ് അവർ വിതരണം ചെയ്യാൻ തയ്യാറായത്. നേരത്തെ അവർ തയ്യാറായില്ല. തയ്യാറാകാത്തതിന് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ സർക്കാർ ഇവിടെ പെരുന്നാളിന് മുമ്പ് തന്നെ പണം കൊടുക്കുന്നതിന് വേണ്ടി, പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരും കുറച്ച് വൈകി എന്ന് നമുക്ക് പറയാം, പക്ഷെ തുടക്കമാണ്. അതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. അതിനെ ഇങ്ങനെ വലുതാക്കി കാണിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും ഇവിടെ രണ്ട് വിഭാഗം ആളുകളുടെയും ഉദ്ദേശം ശുദ്ധമല്ല എന്നാണ് ഈ ഒരു കുത്തിത്തിരിപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതൊന്നും അറിയുന്നില്ല. അവർ പ്രചരിക്കുന്ന ആ വാർത്തകൾക്ക് പുറകെ പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയ സമയത്ത് ചില ആളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അധികമായിട്ട് അടച്ച തുകയൊക്കെ അടച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് KM ഷാജി പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ ലോഗോയും അഡ്രസ്സും ഒക്കെ വെച്ച് ഒരു വാർത്ത അങ്ങ് പ്രചരിപ്പിച്ചു.
ഇവിടെ UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പോലും ഇത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവരും അത് പ്രചരിപ്പിച്ചു. അങ്ങനെ പരമാവധി ആളുകളിലേക്ക് ഈ വാർത്ത എത്തി. തൊട്ടടുത്ത ദിവസമാണ്, അതായത് ഈ നുണ ലോകം ചുറ്റി, അതിനുശേഷമാണ് ഇവിടെ സത്യം എന്താണ് എന്നുള്ളത് ചില ആളുകൾ അറിഞ്ഞു വരുന്നത്. ആ സത്യം ഷെയർ ചെയ്യാനോ പ്രചരിപ്പിക്കാനോ ആരെയും കിട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവുമുണ്ട്. ഇപ്പോഴും ചില ആളുകളൊക്കെ പഴയ നുണ കണ്ട് ഈ പെരുന്നാളും അതുപോലെ തന്നെ അവധിയൊക്കെ കഴിഞ്ഞ് പഞ്ചായത്തിൽ പോയി അടച്ച തുക തിരിച്ചു കിട്ടുന്നതിന് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി അതിന് ചെയ്യേണ്ടത്, പണം തിരിച്ചു കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല, അത്തരത്തിലൊരു ഉത്തരവും ഇറക്കിയിട്ടില്ല. അത് ആരുടെയോ ബുദ്ധിയിൽ തെളിഞ്ഞ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി ആരോ നടത്തിയ ഒരു നീക്കമാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് റേഷൻ കടയിൽ നിന്നും അരിയും അതുപോലെ തന്നെ നെയ്യും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കാർഡ് ചില ആളുകൾ എന്ത് പ്രചരിപ്പിച്ചു. ഇതും UDF-മായി ബന്ധമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള ചില അറിയിപ്പൊക്കെ കിട്ടുമ്പോൾ സന്തോഷം കൊണ്ട് അവരങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചില ആളുകൾ റേഷൻ കടയിൽ ചെന്ന് നെയ്യും അരിയും ഒക്കെ ചോദിച്ചു. അങ്ങനെ ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് റേഷൻ കടക്കാർ പറഞ്ഞപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും സർക്കാരിനെതിരെ, സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ച, സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും സൈബർ ഇടത്തിൽ ഇപ്പോൾ വലിയ കുത്തിത്തിരിപ്പുകളാണ് നടക്കുന്നത്. യാഥാർത്ഥ്യം പറയാനോ അത് പ്രചരിപ്പിക്കാനോ ആരുമില്ല. പരമാവധി ഇല്ലാത്ത ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അതിന്റെ ഭാഗമായി ഒരു വിഭാഗത്തെ വെറുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ ചില ആളുകൾ ആ പണി തുടരും, അത് നമുക്കൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ക്രൂരമായ പണികൾ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ വിശ്വസിച്ച് പലപ്പോഴും അവർ വലിയ പ്രതീക്ഷയോടുകൂടി റേഷൻ കടയിലും പഞ്ചായത്തിലും ഒക്കെ പോകുന്നുണ്ട്. അത്തരക്കാരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർക്കണം, മറക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.